നമ്മളെ മൗലിദ് കിതാബില് ഓരോ വരി മങ്കൂസ് മൗലിദ് നമ്മളെ നാട്ടിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയതാ. മങ്കൂസ് മൗലിദ് അതൊക്കെ ഹദീസിൽ വന്ന അർത്ഥവത്തായ ചരിത്രങ്ങളാണ്. അത് നമ്മളെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയ മൗലിദിന്റെ വരികൾ ഓരോന്നും. പക്ഷെ അത് ചെല്ലിനോടത്ത് ചില അതബുണ്ട് കേട്ടാ. നമ്മളെ പഴമക്കാരെങ്ങനെ ചെല്ലുക, നല്ല മട്ടത്തിൽ ഇരുന്നിട്ട് മൗലിദ് ഇങ്ങനെ ഓതുമ്പോ സ്വലാത്ത് ഇങ്ങനെ ചെല്ലിങ്ങോണ്ടിരിക്കും അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം. ഇപ്പൊ എന്തെങ്കിലും ചെല്ലാത്ത കുട്ടിയൊക്കെ കുറ്റങ്ങൾ ചെല്ലാതെ കണ്ട് നല്ല ആൾക്കാർ കാരണന്മാരൊന്നും ചെല്ലണില്ല അല്ലേ. ഫസമ്മീഹി മുഹമ്മദാ അല്ലേ. മൗലിദിന്റെ സദസ്സ് സ്വലാത്തോണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ പാനായിക്കുളം ഹസ്രത്തിന്റെ അടുത്ത് മൗലിദിന്റെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ മൂപ്പര് പറഞ്ഞു മൗലിദ് ചെല്ലേണ്ട അതബനുസരിച്ച് ചെല്ലണം. എങ്ങനെ? ഒരു നിയ്യത്ത് പൂർത്തിയാക്കാൻ വേണ്ടി മൗലിദ് ചെല്ലുകയാണെങ്കിൽ, നേർച്ചയാക്കിയിട്ട് ചെല്ലുകയാണെങ്കിൽ മങ്കൂസ് മൗലിദൊക്കെ എങ്ങനെ ചെല്ലണം? ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഒരു ബർക്കത്തിന് വേണ്ടി ചെല്ലുക, അതല്ലെങ്കിൽ ഒരു മറ്റൊക്കെയാണ് ചെല്ല, അതെങ്ങനെയും ചെല്ലാം. അതിന് പിന്നെ അങ്ങ് കണക്കൊന്നും ഒരു മുറാദ് ഹാസിലാകാൻ, ഒരു നീർച്ചക്കടം വീടാൻ നമ്മളെ വീടുകളിലൊക്കെ റബീഉൽ അവ്വൽ ചെല്ലണില്ലേ, അതൊക്കെ എങ്ങനെ ചെല്ലണം? ഓരോ വരിക്കും ഏത് ചെല്ലണം? ജവാബ് ചെല്ലണം. ഇവിടെയൊക്കെ എങ്ങനെ? ഞാൻ നാളെ ഒരു മൗലൂദിന് കൂടി കുറച്ച് പുതിയ കുട്ടികൾ നല്ല മട്ടട്ടോ ചെല്ലല്, നല്ല മട്ടോല് ഉഷാറിൽ പുതിയ ഇശല്ലൊക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് നല്ല റാഹത്തുണ്ട്. കുട്ടികൾക്കൊക്കെ അല്ലാഹു ഖൈറ് കൊടുക്കട്ടെ. പക്ഷെ എന്താണെന്നറിയോ, ജവാബില്ല. ഓല് ചെല്ലണ പോലെ ചെല്ലന്നെ ബെയ്ത്ത് മുഴുവൻ തീർന്നിട്ട് ഒറ്റ ജവാബ് എല്ലാത്തിനും കൂടി. ചെല്ലണ കുട്ടീനെ കൗത്തുക്കൾ നോക്കുമ്പം നരമ്പൊക്കെ പടച്ചിട്ട് PVC പൈപ്പ് മതിലുണ്ട്. ഇത് പണ്ടത്തെ പ്രധാന ഭക്ഷണം കഞ്ഞിയാണ് അല്ലേ. പണ്ട് പ്രധാന ഭക്ഷണമാണ് കഞ്ഞി. രണ്ടാള് കഞ്ഞി കുടിക്കായിരുന്നു. നോക്കുമ്പോ കയ്യിലൊന്നുള്ളൂ, കുടിച്ചണോ കുടിച്ചെന്നെ. അപ്പോ മറ്റവനോട് ചോദിച്ചു, അനക്ക് കഞ്ഞി വേണ്ട, എനിക്കാ കയ്യിലൊന്ന് താഴെ വെച്ച് കിട്ടണ്ടേ എന്ന മാതിരി ഇവര് ചെല്ലണോരൊന്ന് ശ്വാസം അയച്ച് കിട്ടണ്ടേ. നല്ല ഇശല്ലൊക്കെ കുട്ടികൾ ചെല്ലട്ടെ, നല്ലതാ. എന്തു വേണം? ജവാബ് ചെല്ലണം. അങ്ങനെ ജവാബ് ചെല്ലിയിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഓരോ വിഷയത്തിനും പരിഹാരമുണ്ട്. മുത്തുനബിന്റെ മദീനത്തെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മദീനത്ത് പോകാൻ പൂതിയുള്ളവരുണ്ടോ? ഉണ്ടോ? എന്നാ എൻ്റെ അടുത്തൊരു മരുന്നുണ്ട്, നിങ്ങൾക്ക് വേണോ വേണ്ട? ആണെങ്കിൽ വേണമെന്ന് തരാം, വേണ്ടെങ്കിൽ വേണ്ട. ആണോ വേണ്ട? എല്ലാവർക്കും ഉംറക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് തരും. എല്ലാവരും മദീനത്തെത്തും. പോകല്ലേ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ മദീനത്തെത്താൻ മഖ്ദൂം തങ്ങൾ, നമ്മളെ നാട്ടുകാരനാ മഖ്ദൂം തങ്ങൾ പൊന്നാനിയിൽ, മൂപ്പര് സാധുക്കളായ നമ്മളെ മദീനത്തെത്തിക്കാൻ അങ്ങനെ നിങ്ങൾ മങ്കൂസ് മൗലിദിന്റെ വൈരിങ്ങനെ ചെല്ലിയാൽ പെണ്ണുങ്ങളൊക്കെ പഠിച്ചു വെച്ചോളൂ. ഉംറക്ക് പോകാം. നമ്മളവിടുത്തെ കതിയാത്ത ഉംറക്ക് പോയില്ലേ, പിന്നെന്താ ബാക്കി പറയാനുള്ളത്? നമ്മളവിടുന്ന് ആരും ഉംറക്ക് പോയി, കതിയാത്ത പോയി. എന്താ കതിയാത്ത ആടും കുട്ടികളെ വളർത്തിയിട്ട് ജീവിക്കണ ആളാ. 2 ആടുകളുണ്ട്. അയറ്റാളെ നോക്കിങ്ങാട് ഒറ്റയ്ക്ക് ജീവിക്കണ പെണ്ണ. അല്ലാഹു റബ്ബി. കതിയാത്ത ഞാൻ പറഞ്ഞു കൊടുത്താൽ മരുന്ന് ഉപയോഗിച്ചിട്ട് പോയി ഉംറക്ക് പോയി. എന്താ പറ്റം? അള്ളാന്റെ റസൂലമ്മ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ മൗലിദ് കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? ഒന്ന് ചൊല്ലിക്കോളി. റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലിർ റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ. ആർക്കാണ് മക്കത്ത് പോകാൻ പൂതി? ആർക്കാണ് മദീനത്ത് പോകാൻ പൂതി? ആർക്കാണ് മുത്തുനബിന്റെ പച്ചക്കുബന്റെ അവിടെ വീണ്ടും വീണ്ടും പോകാൻ പൂതി? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ചെല്ലിങ്ങോണ്ട് നടക്കുക. ഇത്തരവട്ടം ഇന്ന സമയത്തൊന്നുമില്ല, നമ്മളങ്ങനെ ചെല്ലുക. റബ്ബി വറസുഖ്നാ സിയാറതഹു ഖബ്ല ഖബ്ലിർ റൂഹി വൽ ഖറജി സ്വല്ലി റബ്ബൽ. എന്താണ് നമ്മളതിൽ പറഞ്ഞത്? പടച്ചോനെ, റബ്ബി വറസുഖ്നാ സിയാറതഹു, മദീനത്തൊന്ന് പോയിട്ട് മുത്തുനബിന്റെ അടുത്തൊന്ന് പോയി നിന്നുങ്ങാണ്ട് ആ പച്ച കുബ്ബന്റെ ചോട്ടിൽ നിന്നിട്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് മുത്തുനബിനൊന്ന് വിളിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ ഹദറത്തിലൊന്ന് പോകാൻ
പടച്ചോനെ എനിക്ക് ഭാഗ്യം തരണം, എനിക്ക് തൗഫീഖ് തരണം. ഖബല റൂഹി വൽ ഖറജി, മരണപ്പെട്ട് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കെട്ടി ആരെങ്കിലും എന്നെ മയ്യത്ത് കൊണ്ടുപോണതിന്റെ മുമ്പ് ഒന്ന് മദീനത്ത് പോയി വരണേ റബ്ബേ. അതിന് എൻ്റെ അടുത്ത് ഒരു മരുന്നുമില്ല, ഒരു സഹായം. എന്തുകൊണ്ട്? സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. സ്വല്ലി റബ്ബൽ, എല്ലാവർക്കും റബ്ബി വറുസുക്കനാന്ന് ചെല്ലാ സ്വലാത്ത് ചെല്ല, റബ്ബി വറുസുക്കനാന്ന് ചെല്ലാ സ്വലാത്ത് ചെല്ല. എൻ്റെ ഈ വയല് കേട്ടിട്ട് നമ്മൾ ഈ വേങ്ങര കുച്ചൂരിക്കാരനൊരു കുട്ടി എന്നെ വിളിച്ചു, ഉസ്താദേ ഞാൻ നിങ്ങൾ പറഞ്ഞ ബെയ്ത്ത് ഇങ്ങനെ ചൊല്ലി, ഞാനൊരു അറബി വീട്ടിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാ, എനിക്ക് ഉംറക്ക് പോകാൻ അറബി പൈസ നിൽക്കണേ. ഞാൻ അറബി പൈസ തന്നപ്പോ ഉംറക്ക് പോകാൻ ഒരുങ്ങിയപ്പോ എന്റെ ഒരുക്കൊക്കെ കണ്ടപ്പോ അറബിന്റെ മകൻ ചോദിച്ചു എന്നോട്, എന്താ എനിക്കൊരു പുതിയ പരിപാടി എന്തോ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉംറക്ക് പോകാണ്. അപ്പൊ അറബിന്റെ മകൻ എന്നോട് പറഞ്ഞു, എന്നാ ഉംറക്കുള്ള പൈസ ഞാൻ തരാം. അല്ലാ, അറബിയും പൈസ തന്നു, മകനും പൈസ തന്നു. അതുകൊണ്ട് ഞാനും ഉംറക്ക് പോകാണ്, എന്റെ പെണ്ണുങ്ങളും പോകാണ്, ഞങ്ങൾ രണ്ടാളും കൂടി പോകാണ്. ഓരെങ്ങനെ പോകാൻ കിട്ടിയത്? റബ്ബി വറുസുഖ്നാ സിയാറതഹു സ്വല്ലി റബ്ബൽ ആലമീന അലാ. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ? മങ്കൂസ് മൗലിദിലുള്ള ഓരോ വരിയും നമ്മളെ രോഗം ശിഫയാകാനുള്ളത്, നമ്മളെ മുറാദ് ഹാസിലാകാനുള്ളത്. അല്ലാഹ് മുത്തുനബിയോട് സങ്കടം, യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദാ അർജു ഹിമാക ചെല്ലണം ഓരോന്നും. യാ റബ്ബി സ്വല്ലി അലൻ നബി. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനിന് സലാമത്ത് നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ. നമ്മളെ കുടുംബ ജീവിതം, മനസ്സിനിണങ്ങിയ ഭാര്യ, മനസ്സിനിണങ്ങിയ ഭർത്താവ്, അതാണ് കുടുംബ ജീവിതത്തിന്റെ സന്തോഷം. രണ്ടാളും തമ്മിൽ വല്ല വിഷയമുണ്ടോ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിപ്പിച്ച, നാളേക്ക് ബാക്കി വെക്കൽ. റസൂലുള്ള വളർത്തിയ മോളാണ് ഫാത്തിമ, നബി തങ്ങൾ വളർത്തിയ മോനാണ് അലി. അലിയാരെ കൊണ്ട് ഫാത്തിമൂനെ കല്യാണം കഴിപ്പിച്ചാൽ നിശ്ചയിച്ചപ്പോൾ ഫാത്തിമൂന് 15 വയസ്സും 5 മാസമാണ് പ്രായം. അപ്പൊ റസൂലുള്ള ഫാത്തിമൂനോട് ചോദിച്ചു, ഫാത്തിമോ എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ബാപ്പാരാണെങ്കിലും കല്യാണം ഉണ്ടാക്കുമ്പോൾ കുട്ടികളോടൊന്ന് പറയണം. നിങ്ങളാണ് പോയി ഒരു പുതിയാപ്പിളിനെ കണ്ടുവന്നിങ്ങാണ്ട്, ഞാനൊരു പുതിയാപ്പിളിനെ കണ്ടിക്കണ്, മോനെ കൊണ്ടുതന്നെ കെട്ടിച്ചോളൂ, ഞാൻ ബാപ്പയാണെങ്കിലും വേറൊരാളെ കൊണ്ട് കെട്ടിച്ചൂല, പോക്കരി തരത്തിൽ നിൽക്കുകയാണ്. അതൊന്നും അതിന്റെ മട്ടല്ല ആണോ? പിന്നെ എന്ത് വേണം? കുട്ടികളോടും കൂടി ഒരു അഭിപ്രായം ചോദിക്കണം. മക്കളെ കല്യാണം ഉണ്ടാക്കിയല്ലേ. നാളെ രായാക്ക മകനോട് ചോദിച്ചു, വെള്ളിയാഴ്ച ജുമാക്ക് പോണതിന്റെ മുമ്പേ മകനോട് ചോദിച്ചു, അടാ എനിക്കൊരു കല്യാണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ് തിരക്ക് കൂട്ടണ്ട, ജുമയൊക്കെയാണ് കഴിഞ്ഞോട്ടെ. അതാണ് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ. അപ്പൊ അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ.